The area of the ellipse x square by 16 plus y square by 9 equal to 1 is dash. അപ്പോൾ നമുക്കിവിടെ ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഈ എലിപ്സിൻ്റെ ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടുള്ള എലിപ്സിൻ്റെ എലിപ്സിൻ്റെ ഏരിയ കാണാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. പൈ എ ബി ആയിരിക്കും, പൈ എ ബി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ ബൈ 16, ഇവിടെ എസ് സ്ക്വയർ ബൈ എ സ്ക്വയറിൻ്റെ വാല്യൂ 16 ആണ്. അതുപോലെ വൈ സ്ക്വയർ ബൈ 9ഉം വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിൻ്റെ വാല്യൂ 9 എന്നും കിട്ടും. എ സ്ക്വയർ 16 ആണെങ്കിൽ എ എത്ര വരും? 16ൻ്റെ സ്ക്വയർ റൂട്ട് 4. പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി, കാരണം ഇതെല്ലാം ഡിസ്റ്റൻസ് ആണ്. ബി സ്ക്വയർ 9 ആണ്, അതുകൊണ്ട് ബിയുടെ വാല്യൂ 9ൻ്റെ സ്ക്വയർ റൂട്ട്, ദറ്റ് ഈസ് 3. അപ്പോൾ എയുടെ വാല്യൂ 4 എന്നും ബിയുടെ വാല്യൂ 3 കിട്ടി. ഈ വാല്യൂസ് ഈ പൈ എ ബി എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എലിപ്സിൻ്റെ ഏരിയ കിട്ടും. അതായത് പൈ ഗുണം 4 ഇൻറ്റു 3, 4 ഗുണം 3 12, ദറ്റ് ഈസ് 12 പൈ. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഇഫ് ദി സം ഓഫ് 25 ടേംസ് ഓഫ് ആൻ എ പി ഈസ് 100, then the 13th ടേം ഈസ് ഡാഷ്. ഇവിടെ ഒരു എ പിയിലെ 25 പദങ്ങളുടെ തുക 100 ആണെന്ന് നൽകിയിട്ടുണ്ട്. 13ാം പദം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, എ പിയിലെ പദങ്ങൾ A1, A2, A3 എക്സെട്ര, അങ്ങനെ 25 പദങ്ങൾ. ഇത്രയും പദങ്ങളുടെ തുകയാണ് 100 എന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 25 പദങ്ങൾ ഇങ്ങനെ ക്രമത്തിന് എഴുതുമ്പോൾ ഇതിൽ കൃത്യം മധ്യത്തിൽ വരുന്ന പദമായിരിക്കും 13ാം പദം. കൃത്യം മധ്യത്തിൽ വരുന്ന പദമാണ് 13ാം പദം. അപ്പോൾ എ പിയുടെ ഒരു പ്രത്യേകത, അതിലെ തുടർച്ചയായ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദം ഈ പദങ്ങളുടെ ശരാശരിയായിരിക്കും. ഓർക്കുക, എ പിയിലെ തുടർച്ചയായ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദം ആ പദങ്ങളുടെ എല്ലാം ശരാശരിയായിരിക്കും. അപ്പോൾ ഈ 25 പദങ്ങളുടെ ശരാശരിയാണ് ഇതിലെ 13ാം പദം. ഇനി ശരാശരി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കാണാനായിട്ട് സമ്മിനെ നമ്പേഴ്സ്, ഈ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ സമ്മ് 100 ആണ്, സംഖ്യകളുടെ എണ്ണം 25. 100 ബൈ 25 4. അപ്പോൾ 13ാം പദം എന്ന് പറയുന്നത് 4 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി. ദി ഹയസ്റ്റ് പവർ ഓഫ് 2 കണ്ടെയ്ൻഡ് ഇൻ 10 ഫാക്ടോറിയൽ ഈസ് ഡാഷ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഉൾക്കൊള്ളുന്ന 2ൻ്റെ ഏറ്റവും വലിയ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനമാണ്. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5 ഗുണം 6 ഗുണം 7 ഗുണം 8 ഗുണം 9 ഗുണം 10 ആണ്. ഇതിലെ 2ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക. ഇവിടെ 2 ഉണ്ട്, അതായത് 2⁻1 ആണ്, 2ൻ്റെ പവർ 1. 4 2ൻ്റെ മൾട്ടിപ്പിളാണ്, അത് 2 സ്ക്വയർ ആണ്. 6 2 ഗുണം 3, അതായത് 2⁻1 ഗുണം 3 വരും. ഇവിടെ 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്, 2⁻3. 10 എന്ന് പറയുന്നത് 2 ഗുണം 5, അതായത് 2⁻1 ഗുണം 5. ഈ 2ൻ്റെ പവറേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ ഇവിടെ 1 2 3, 1 4, 3 7, 1 8. അപ്പോൾ പവറുകളുടെ തുക എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ആണ് 10 ഫാക്ടോറിയലുള്ള 2ൻ്റെ ഹയസ്റ്റ് പവർ, 8. ശരി ഉത്തരം ഓപ്ഷൻ സി 8. ഈ പവേഴ്സിൻ്റെ സമ്മ്. ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദി സ്മാളസ്റ്റ് വാല്യൂ ഓഫ് n ഈസ് ഡാഷ്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ n-ൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഇതാണ്, n ഇൻറ്റു n+1/2. അപ്പോൾ n ഇൻറ്റു n+1/2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന n-ൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഓരോന്നായിട്ട് പരിശോധിക്കാം. അപ്പോൾ n = 5 കൊടുത്തു കഴിഞ്ഞാൽ n × n+1/2 എത്ര വരും? 5 × n+1 ആകുമ്പോൾ 5 + 1 6/2 എന്ന് വരും. 2 കൊണ്ട് 6നെ ഹരിച്ചാൽ 3, 5 3 15 എന്ന് വരും. 15 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ n = 5 അല്ല ഉത്തരം. ഇനി നമുക്ക് n = 6 നോക്കാം. അപ്പോൾ 6 × n+1 ആകുമ്പോൾ 7/2 എന്ന് വരും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 3 വരും. 3 × 7 21. 21ഉം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ 6ഉം ഉത്തരമാവില്ല. ഇനി n = 7 കൊടുത്താലോ? 7 × 7 + 1 8/2. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 7 4 28. പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ 7 ഉത്തരമാവില്ല. ഇനി ഉത്തരമായി വരാവുന്ന അപ്പോൾ 8 മാത്രമാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. n = 8. 8 × 8 + 1 9/2 എന്ന് വരും. 2 കൊണ്ട് 8നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 4 × 9 36. 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ n = 8 ആകുമ്പോൾ n × n+1/2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി 8. The area of incircle of an equilateral triangle of side 6 cm is dash. അപ്പോൾ ഒരു വശത്തിന് 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിൻ്റെ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അന്തർവൃത്തത്തിൻ്റെ അല്ലെ ഇൻസർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എത്രയെന്നറിയണം. അപ്പോൾ ഒരു വശം എ യൂണിറ്റ്സ് ആയിട്ടുള്ള ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് അവർക്ക് ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. a/2√3 ആണ്. ഓർക്കുക, ഒരു വശം എ യൂണിറ്റ്സ് ആയിട്ടുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് a/2√3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വശം 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എയ്ക്ക് 6 എന്ന് കൊടുക്കുക. അപ്പോൾ 6/2√3 എന്ന് വരും. 6നെ 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 3 വരും. 3നെ √3 കൊണ്ട് ഹരിക്കാമല്ലോ. √3യുടെ സ്ക്വയർ ആണ് 3. അപ്പോൾ 3യെ √3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ √3 കിട്ടും. അപ്പോൾ റേഡിയസ് √3 സെൻറ്റിമീറ്റർ ആണ്. ഇനി അപ്പോൾ റേഡിയസ് √3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഉത്തരം കിട്ടാൻ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. πr². ദാറ്റ് ഈസ് π × ആറിൻ്റെ സ്ഥാനത്ത് √3 കൊടുക്കുക. √3യുടെ സ്ക്വയർ അതായത് 3, അതായത് π × 3 വരും. അല്ലെങ്കിൽ 3π സ്ക്വയർ യൂണിറ്റ്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ, കാരണം ഇവിടെ സൈഡ് സെൻറ്റിമീറ്ററിലാണ് വന്നിരിക്കുന്നത്. സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇൻസർക്കിളിൻ്റെ ഏരിയ. ശരി ഉത്തരം ഓപ്ഷൻ ബി.